നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പ് കഴിഞ്ഞ് ആ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ കളിച്ച ഏതെങ്കിലും താരങ്ങൾ ഇപ്പോൾ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തിയ എന്നാൽ ഒരാൾ എത്തിയിട്ടുണ്ട്. സാക്ഷാൽ ലിയാൻഡ്രോ പരേഡസ്. പരിക്കിൻ്റെ പ്രശ്നങ്ങൾ, റിബ് ഇഞ്ചുറി എന്നൊക്കെ പറഞ്ഞ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ഫിറ്റല്ലാതിരുന്ന ഒരാൾ, സ്റ്റാർട്ടിംഗ് ലെവലിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരാൾ, പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ടിൽ ആയിട്ടാണ് അന്ന് കളിച്ചത്. ഇന്നിപ്പോൾ ബൊക്കാ ജൂനിയേഴ്സിന് വേണ്ടി ഓഹിഗിനെതിരെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. കോൺമെബോൾ കോപ്പ സുഡാമേരിക്കാന നോക്കൗട്ട് റൗണ്ട് പ്ലേ ഓഫിൻ്റെ ആദ്യ പാദത്തിലാണ് അദ്ദേഹം ബൊക്കാ ജൂനിയേഴ്സിനായിട്ട് കളിക്കാൻ ഇറങ്ങി. എന്ന് മാത്രമല്ല, അസിസ്റ്റും കൊടുത്തു. അദ്ദേഹത്തിൻ്റെ അസിസ്റ്റിൽ നിന്നാണ് ബൊക്കയുടെ വിജയ ഗോൾ പിറന്നിരിക്കുന്നത്. കളി കഴിഞ്ഞിട്ട് പക്ഷേ പരേഡസ് ഒരു ബോംബ് ഷെല്ലങ്ങ് ഇട്ടു, ഒരു ബോംബങ്ങ് കൊണ്ടുവന്നിട്ടു. ഞാൻ ദേശീയ ടീമിൽ കളി തുടരും എന്നെനിക്ക് പറയാൻ പറ്റില്ല, ഉറപ്പില്ല എന്ന് പറയുന്നു. പരേഡസൊക്കെ ഇപ്പോഴേ വിരമിക്കും എന്നെന്തായാലും ആരാധകർ നനച്ചിട്ടുണ്ടാവില്ല. പ്രായം എത്രയാ? 32 വയസ്സ്. ഓട്ടോമാറ്റിക് വിരമിച്ചത് ഓക്കെ, നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷെ 32കാരനായ ലിയാൻഡ്രോ പരേഡസ് ഇപ്പോഴേ വിരമിക്കേണ്ട കാര്യമുണ്ടോ? അദ്ദേഹത്തോട് കളിക്ക് ശേഷം ചോദിച്ച ചോദ്യങ്ങൾക്ക് പറഞ്ഞ മറുപടിയുടെ കൂട്ടത്തിലാണിത് പറയുന്നത്. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിൻ്റെ ദേശീയ ടീമിലെ ഭാവിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി, ഒരുപാട് പേർക്ക്, ദേശീയ ടീമിലെ ഒരുപാട് പേർക്ക് തീരുമാനമെടുക്കുക, ഇനി തുടരണോ വേണ്ടയോ എന്ന തീരുമാനം എടുക്കേണ്ട ഒരു സമയമാണിത്. ദേശീയ ടീമിൽ കളി തുടരണോ വേണ്ടയോ എന്ന്. തീർച്ചയായിട്ടും ഈ ദേശീയ ടീമിൻ്റെ ഇതുവരെയുള്ള മുന്നോട്ട് പോക്കെന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ സ്പെക്ടാക്കുലർ പ്രോസസ്സ്. ഏതായാലും ആ ലെവൽ ഇനിയും മെയിൻറ്റെയിൻ ചെയ്തു പോവുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ ഒന്നായിരിക്കും. ഈ രൂപത്തിലൊരു ഗ്രൂപ്പ് ഫങ്ഷൻ ചെയ്യുക, ഒരു ടീം ഫങ്ഷൻ ചെയ്യുക, നോട്ട് അറ്റ് ഓൾ ഈസി. അതുകൊണ്ട് തന്നെ തുടരണോ വേണ്ടയോ എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഒരു സോൾ സെർച്ചിങ് ടോക്ക് കോച്ചുമായിട്ട് നടത്തേണ്ടതുണ്ട്. കോച്ചിനോട് മനസ്സ് തുറന്ന് സംസാരിക്കണം, തുടരണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ. എന്നിട്ട് ശാന്തമായിട്ട് തീരുമാനം ഞങ്ങൾ എടുക്കണം. എനിക്കറിയില്ല ഞാൻ ദേശീയ ടീമിൽ കളി തുടരാൻ പോവുകയാണോ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇനി തുടരുമെന്ന് ഒരു ഉറപ്പും അദ്ദേഹം പറയുന്നില്ല. ദേശീയ ടീമിലെ പല താരങ്ങളും തുടരണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനാവാതെ നിൽക്കുകയാണ്. കാമുലി ശാന്തമായിട്ട് ചിന്തിച്ചിട്ടൊരു തീരുമാനമെടുക്കണം, കോച്ചിനോട് സംസാരിക്കണം. പക്ഷെ തുടരുമെന്നൊരു ഉറപ്പുമില്ല എന്ന് ലിയാൻഡ്രോ പരേഡസ് പറയുമ്പോൾ അർജന്റീന ആരാധകർക്ക് അതൊരു വലിയ ഒരു ഞെട്ടലാണ് ഉണ്ടാക്കുന്നത്. 32കാരനായിട്ടുള്ള താരം അടുത്ത സൈക്കിളിൽ അർജന്റീന മുന്നോട്ട് പോകുമ്പോൾ കോപ്പ അമേരിക്ക വരെയെങ്കിലും തുടരുമെന്ന് ആരാധകർ ഉറപ്പിച്ചിരുന്ന ഒരു താരമാണ് ഒരു ബോംബ് ഷെല്ലിട്ട പോലെ വന്ന് പറയുന്നത്, ബൊംബാസോ എന്ന് നമ്മൾ പറയാറുള്ള പോലെ വന്ന് പറയുന്നത്, ഞാൻ അർജന്റീന ടീമിൽ തുടരുമെന്ന് എനിക്ക് ഉറപ്പില്ല. 2017 മുതൽ അർജന്റീന ടീമിലുണ്ട് പരേഡസ്. 84 അന്താരാഷ്ട്ര മത്സരങ്ങളും അവർക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. ഒരു വിടവാങ്ങൽ സ്വരത്തിൽ സംസാരിക്കുമ്പോൾ ആരാധകർക്ക് നിരാശയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.